നമസ്കാരം. കൊല്ലത്ത് CPM MLA ആണുള്ളത്. എന്നാൽ CPM സമ്മേളന വേദിയിലൊന്നും നടനും ക്രൗഡ് പുള്ളറുമായ മുകേഷിനെ കാണാനില്ല. ലൈംഗിക ആരോപണ കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയതോടെ മുകേഷ് MLA സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തുകയാണ് CPM. ഇതോടെ മുകേഷും CPM-ഉം രണ്ട് വഴിക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമായി. CPM ചിഹ്നത്തിൽ മത്സരിച്ച് ഇടതുമുന്നണിയുടെ ഭാഗമായവരിൽ മുകേഷ് മാത്രമാണ് കൊല്ലത്തില്ലാത്തത്. ജില്ലാ സമ്മേളനത്തിലും കൊല്ലം MLA-ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. മുകേഷ് നിലവിൽ എറണാകുളത്ത് സിനിമാ ഷൂട്ടിങ്ങിലാണുള്ളത്. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് പാർട്ടി ഏർപ്പെടുത്തിയെന്നാണ് സൂചന. ലൈംഗിക ആരോപണ കേസിൽ കുറ്റപത്രം കൊടുത്തതോടെ മുകേഷിനെ മാറ്റി നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. അപ്രഖ്യാപിത വിലക്കിനോട് CPM പ്രതികരിച്ചിട്ടില്ല. ഇതിനിടയിൽ താൻ കൊച്ചിയിലുണ്ടെന്ന് മുകേഷ് പ്രതികരിച്ചു. സ്ഥലം MLA എന്ന നിലയിൽ സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ മുൻപന്തിൽ നിൽക്കേണ്ട ആളായിരുന്നു മുകേഷ്. എന്നാൽ ഇന്നലെ മുതൽ PB അംഗങ്ങൾ വരെ എത്തിയിട്ടും മുകേഷിനെ അവിടെയെങ്ങും ആരും കണ്ടില്ല. സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച് ഒരു പോസ്റ്റ് പോലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച മുകേഷ് പങ്കുവച്ചിട്ടില്ല. മുകേഷിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ തന്നെ MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് ആവശ്യം CPM-ൽ ഉയർന്നത്. സമാനമായ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് MLA-മാർ രാജിവെച്ചില്ല എന്ന ന്യായീകരണം പറഞ്ഞ് മുകേഷിനെ CPM നേതൃത്വം സംരക്ഷിക്കുകയായിരുന്നു. ഇത് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ മുകേഷ് കുറ്റക്കാരനാണെന്ന് പോലീസ് കുറ്റപത്രം നൽകിയതോടെ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്താൻ CPM തീരുമാനിച്ചു. MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ മുകേഷിന് പങ്കെടുക്കാം, എന്നാൽ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്താനായിരുന്നു തീരുമാനം. ഇതറിയാവുന്നത് കൊണ്ടാണ് പാർട്ടി വേദികളിൽ മുകേഷ് എത്താത്തത്. എന്നാൽ CPM സമ്മേളന സമാപനത്തിൽ മുകേഷ് പങ്കെടുത്തേക്കും. CPM ഘടകങ്ങളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് മുകേഷ് CPM സമ്മേളന പ്രതിനിധിയുമല്ല. സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടികളിലും മുകേഷിനെ പങ്കെടുപ്പിച്ചില്ല. എന്നാൽ വ്യക്തിപരമായ കാരണത്താലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് മുകേഷിനോട് അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ഈ വിശദീകരണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ CPM സ്ഥാനാർത്ഥിയായിരുന്നു മുകേഷ്. NK പ്രേമചന്ദ്രനെ മുകേഷ് തോൽപ്പിക്കുമെന്നും പ്രചരിപ്പിച്ചു. പക്ഷേ NKP-യുടേത് വൻ വിജയമായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം മുമ്പ് CPM-ന് പ്രിയപ്പെട്ട വ്യക്തിയായിരുന്ന മുകേഷാണ് പെട്ടെന്ന് CPM-ൽ നിന്നും അകലുന്നത്. അതേസമയം ഇനി CPM-നെ കേരളം നയിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് CPM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് നൽകുന്നത്. അമേരിക്കയെ കടന്നാക്രമിച്ചു തുടങ്ങിയ പ്രസംഗത്തിൽ കേരളം സുഭദ്രമാണെന്ന സന്ദേശമാണ് കാരാട്ട് നൽകുന്നത്. കേരളത്തിലെ പാർട്ടി എന്നും മുൻനിരയിലാണെന്ന് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. രാജ്യത്തെ പാർട്ടി നയം രൂപീകരിക്കുന്നതും നടപ്പിലാക്കുന്നതും കേരളത്തിൽ നിന്നാണ്. ബദൽ നയ രൂപീകരണത്തിൽ പിണറായി വിജയനും ഇടത് സർക്കാരും പ്രശംസ അർഹിക്കുന്നുണ്ടെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. രാഷ്ട്രീയ അടവ് നയ രൂപീകരണവും രാഷ്ട്രീയ വിലയിരുത്തൽ റിപ്പോർട്ടും നിർണായകമാണ്. യെച്ചൂരിയുടെയും കോടിയേരിയുടെയും വിയോഗം പരിഹരിക്കാനാവാത്ത നഷ്ടമാണ്. അന്തർദേശീയ ദേശീയ തലങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നതാകണം സംസ്ഥാന സമ്മേളന ചർച്ചകളും നടപടികളുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കൊല്ലം ടൗൺ ഹാളിൽ കോടിയേരി ബാലകൃഷ്ണ നഗറിൽ ചേരുന്ന സമ്മേളനത്തിൽ 530 പ്രതിനിധികളാണ് ഉള്ളത്. രാവിലെ മുതിർന്ന അംഗം AK ബാലൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ രാജ്യത്തെ നവ ഉദാരവൽക്കരണ വർഗീയ നയങ്ങൾക്കെതിരായ ബദൽ സമീപനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും കാരാട്ട് പറഞ്ഞു. സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തിപ്പെടുത്തുകയാണെന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത്. ഇത് കൂടുതൽ തീവ്രമാവുകയാണ്. സാമ്രാജ്യത്വ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് പഴയ ആധിപത്യമില്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണെന്നും കാരാട്ട് കൂട്ടിച്ചേർത്തു.